ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിൽ, അതായത് ഏറ്റവും പുതിയ പാഠഭാഗം പ്രകാരമുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന 4ാമത്തെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് 3 മുതൽ 4 വരെ മാർക്കുകൾ, ചിലപ്പോൾ അതിൽ കൂടുതൽ 4 വരെ മാർക്കുകൾ പല പരീക്ഷകളിലും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഫോട്ടോ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫോട്ടോ. അതിനു മുമ്പായിട്ട്, അതായത് സ്വാതന്ത്ര്യ പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത്, അതായത് നമ്മുടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പ്രസംഗം നമുക്കൊന്ന് വ്യക്തമായി നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇത് ആരാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം നെഹ്റു. ആരാണ്? നെഹ്റു ആണ് ഇങ്ങനെ അഭിസംബോധന ചെയ്തത്. എപ്പോഴാണ്? സ്വാതന്ത്ര്യ പുലരിയിലാണ് ഇങ്ങനെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇത്തരത്തിലൊരു അഭിസംബോധന നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർവരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. വളരെ ഇമ്പോർട്ടന്റ്. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ജനാധിപത്യ ഭരണക്രമം, മറ്റൊന്ന് ക്ഷേമരാഷ്ട്ര നിർമ്മാണം. ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവുമാണ് ഈ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ. ഓക്കെ, ഇനി ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. ഇമ്പോർട്ടന്റ്. എന്താണ്? ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആര് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പൊ ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ് ഭരണഘടനയിലേക്ക് മാറുന്നത്. ആ ലക്ഷ്യപ്രമേയം എന്താണെന്ന് നോക്കാം. നമ്മൾ ലക്ഷ്യപ്രമേയം വായിക്കാം. 1. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. 1. 2. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. 3. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. 4. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അടുത്തത്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ,
സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ലക്ഷ്യപ്രമേയം. ഇതാണ് ലക്ഷ്യപ്രമേയം. ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ആരാണ്? എപ്പോഴാണ് അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 നോക്കാം. 1946 ഡിസംബർ 6 എന്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേരുന്നത്. ഡിസംബർ 9 ഡിസംബർ 9 തുടങ്ങി. അന്ന് എന്താണ്? താൽക്കാലിക അധ്യക്ഷനായി ആരെ തെരഞ്ഞെടുത്തു? സച്ചിദാനന്ദ സിൻഹ. പിന്നീട് 11 തീയതി സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെയും തെരഞ്ഞെടുത്തു. 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ പോയിന്റുകൾ അങ്ങ് ഓർത്തു വെക്കുക. ഓക്കെ, അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13. ഈ ഇതെന്ന് പറയുന്നത് ഡിസംബർ 9 മുതൽ ഡിസംബർ 23 വരെ ആയിരുന്നു ആദ്യ സമ്മേളനം നടന്നിരുന്നത് കേട്ടോ. ഓക്കെ, ഈ ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് നമ്മൾ കണ്ടത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരുന്നത്. അമേരിക്കൻ ഭരണഘടനയെ ആസ്പദമാക്കിയാണ് ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചിരിക്കുന്നത് കൂടി ഓർക്കുക. ഓക്കെ, അമേരിക്കൻ ഭരണഘടനയെ ആസ്പദമാക്കി. അടുത്തത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇതിൽ തന്നെ ഈ ആമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഭാരതത്തിലെ ജനങ്ങളായ നാം, അതായത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്താണ്? ഭാരതത്തെ എങ്ങനെ കാണുന്നു? ഒരു പരമാധികാര, സ്ഥിര സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് കാണുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആമുഖ പ്രകാരം നാം എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി കാണുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പുലർത്തുവാനും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ചോദിച്ചാൽ 1949 നവംബർ 26 അന്നാണ് ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ സ്വീകരിക്കുന്നത് എന്ന് ഓർക്കുക. അതിന് താഴെ നോട്ടായി കൊടുത്തിരിക്കുന്നു നോക്കുക. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി പ്രകാരം 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത്, അതായത് അതിന് പകരമാണ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. അവിടെ എന്താണ്? സ്ഥിതി സമത്വ, മതേതരത്വ എന്ന 2 വാക്കുകൾ കൂടി ചേർത്തു. സ്ഥിതി സമത്വവും മതേതരത്വവും കൂട്ടിച്ചേർത്തു. അങ്ങനെ അതുപോലെ തന്നെ 2ാമത് പകരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്ത് രാഷ്ട്രത്തിന്റെ ഐക്യവും കൂട്ടിച്ചേർത്തു ഇവിടെ. അതായത് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് അതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 77 മുതലാണ് ഇത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ്. ഇമ്പോർട്ടൻ്റ് ആയി ഓക്കെ. ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതായത് ആമുഖം ഭേദഗതി വരുത്തിയത് ഒരൊറ്റ തവണ മാത്രമാണ്. ഒരു തവണ മാത്രമാണ് ഇന്ത്യയുടെ ആമുഖം ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അത് 1976
42 ഭേദഗതി പ്രകാരമാണ്. കാരണം അവിടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ വ്യക്തിയുടെ അന്തസ്സും എന്നത് കൂടെ തന്നെ അതിന്റെ കൂടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നുകൂടി എന്താണ് കൂട്ടിച്ചേർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, അത് എങ്ങനെ ഒരു തവണ മാത്രമാണ് ആമുഖം ഭേദഗതി വരുത്തിയിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്താണ് വ്യക്തമായി ഇവിടെ എന്താണ് ആമുഖത്തിൽ പരമാധികാരം ആർക്കാണ്? പരമാധികാരം ജനങ്ങൾക്കാണ് പരമാധികാരം എന്നുകൂടി പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഭരണഘടനയുടെ സവിശേഷതകളാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്? അത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. 1946 ഡിസംബർ 9 മുതൽ 23 വരെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 ആണ്. ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നത്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം, ആരുടെ നിർദ്ദേശപ്രകാരം? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഭരണഘടനാ നിർമ്മാണ സമിതിയായി. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് 46 ഡിസംബർ 6 എന്ന് ഓർക്കുക. അങ്ങനെ 1946 ഡിസംബർ 6 രൂപം കൊണ്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. ഓർക്കുക, ഒന്നാമത്തെ യോഗം ചേർന്നത് ഡിസംബർ 9 മുതൽ 23 വരെയാണ്. ഓക്കെ, ഈ ഒരു യോഗത്തിൽ വെച്ച് താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയും 11-ാം തീയതി സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെയും തെരഞ്ഞെടുത്തു. നമ്മൾ മുകളിൽ പറഞ്ഞ പോയിന്റ് മറന്നു പോകരുത്. 13-നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്ന ആര്? ജവഹർലാൽ നെഹ്റു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആമുഖത്തിന്റെ ശില്പി, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? അത് നെഹ്റു, ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. കാരണം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ഇന്ത്യയുടെ ആമുഖമായി മാറിയത്. ഇത് ഏത് ഭരണഘടനയെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പോയിന്റ് ആയി പഠിച്ചു പോവുക. ഓക്കെ, അങ്ങനെ 46 ഡിസംബർ 9 മുതൽ എത്ര വർഷവും എത്ര മാസവും എത്ര ദിവസവും കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ഇങ്ങനെ ഇത്രയും കാലം നീണ്ടുനിന്ന വളരെ ബൃഹത്തായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭരണഘടനയായി മാറിയിരിക്കുന്നത്. അങ്ങനെ 1949 നവംബർ 26 ഇത് നമ്മൾ എവിടെ കണ്ടു? ആമുഖത്തിൽ കണ്ട തീയതി. ആമുഖം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖത്തെ അംഗീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അംഗീകരിച്ച് നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അതായത് 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 എന്തായി? ഇന്ത്യ റിപ്പബ്ലിക്കായി. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. ഇങ്ങനെ 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന 26 റിപ്പബ്ലിക്കായ അന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇങ്ങനെ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു സജീവ പ്രമാണമായി നിൽക്കുന്നു. നിലവിൽ 25 ഭാഗങ്ങളിലായി 435 പ്ലസ്
ആ വകുപ്പുകളുമായി 12 പട്ടികകളുമായി നിലനിൽക്കുന്നു. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കുക. ഒന്ന്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ് ഇന്ത്യയുടെ ഭരണഘടന. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അതായത് ഒന്ന്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അതായത് 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ ഒരു രേഖയാണ് ഇന്ത്യയുടെ ഭരണഘടന. അതിൽ രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമുണ്ട്. 2, പാർലമെന്ററി ജനാധിപത്യം. പാർലമെന്ററി ജനാധിപത്യമാണ് ഇന്ത്യയുടെ. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ ആരാണ്? നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. അതായത് നമ്മുടെ എന്താണ് എക്സിക്യൂട്ടീവ് കാര്യങ്ങളൊക്കെ അതിൽ MLA മാരോ MP മാരോ മന്ത്രിമാരായി മാറുന്നില്ല. അത് പിന്നീട് ആ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യും എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത് എന്താണ്? അടുത്തത് ദൃഢവും അയവുള്ളതുമായ ഘടന. ദൃഢവും അയവുള്ളതുമായ ഘടന. അതായത് നമുക്ക് ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു തരത്തിലും ഭേദഗതി ചെയ്യാൻ പറ്റില്ല. ഈ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിളുകളും ആകെ 8 പട്ടികകളും മാത്രമല്ല, അതിൽ പിന്നീട് ഭേദഗതി ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ദൃഢവും അയവുള്ളതുമായ ഘടന എന്ന് പറയുന്നത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് ഭേദഗതിക്ക് തന്നെ പല രീതികളുണ്ട്. കേവല ഭൂരിപക്ഷം എന്നും മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ചില ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം അല്ലാത്ത രീതിയിലൊക്കെ എളുപ്പത്തിലും പെട്ടെന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ചിലത് കുറച്ച് ദുർഘടമായ രീതിയിലും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളതിനാണ് ദൃഢവും അയവുള്ളതും. ദൃഢമാണ്, എന്നാൽ ചില കാര്യങ്ങൾക്ക് അയവും ഉണ്ട് എന്നതാണ് അവിടെ പറയുന്നത്. ആ കാര്യങ്ങൾ കൂടി പഠിക്കുക. അടുത്ത മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി പറയുന്നുണ്ട്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ. അതുപോലെ തന്നെ ഓരോ പൗരന്മാരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. അതായത് മൗലിക അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രം നമുക്ക് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണ്. അതായത് ഓരോ വ്യക്തിക്കും രാഷ്ട്രം നൽകുന്ന അവകാശങ്ങൾ. എന്നാൽ മൗലിക കർത്തവ്യങ്ങളോ നമ്മൾ തിരിച്ച് രാഷ്ട്രത്തോട് കാണിക്കേണ്ടതാണ്. രാഷ്ട്രത്തോടും ഈ സമൂഹത്തോടും കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമായി തന്നെ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ല. മൗലിക അവകാശങ്ങളുമുണ്ട്, മൗലിക കർത്തവ്യങ്ങൾ. അവകാശങ്ങൾ നമുക്കാണ്, എന്നാൽ കർത്തവ്യങ്ങൾ നമ്മൾ അങ്ങോട്ടാണ് ചെയ്യേണ്ടത്. അതവിടെ ഓർത്തു വെക്കുക. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ് മാർഗനിർദ്ദേശം? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇത് കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഗാന്ധിയൻ, സോഷ്യലിസം, അങ്ങനെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണ്? നമ്മുടെ ഭാവിയിലേക്കുള്ള രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി നൽകിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം. അതായത് അത് നിർബന്ധമല്ല. അത് ചില കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തു വേണമെങ്കിൽ നിർബന്ധമാക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ നിർബന്ധമാക്കിയതുണ്ട്. ഓക്കെ, അത് മാർഗനിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമായി പഠിക്കാം. ഓക്കെ. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ അതായത് മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ. അതായത് 2 നിയമനിർമ്മാണ സഭകളുണ്ട്. അതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണം, ലോക്സഭയും രാജ്യസഭയും. അതായത് ഇന്ത്യയിലെ മുഴുവൻ ജനത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ലോക്സഭ അഥവാ അധോസഭ. അധോസഭ അഥവാ ലോകസഭ ജനങ്ങളെ മുഴുവനായിട്ട് പ്രതിനിധീകരിക്കുന്ന സഭ. എന്നാൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ്
ഉപരിസഭ അഥവാ രാജ്യസഭ. നിയമനിർമ്മാണത്തിൽ ഒന്നാമത് ലോക്സഭ ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ജനത്തെ പ്രതിനിധീകരിക്കുന്നാൽ അത് രണ്ടാമതൊരു ചിന്ത കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ എന്ന രീതിയിൽ ഉപരിസഭ എന്ന പേരിൽ രാജ്യസഭയെ അങ്ങനെ രണ്ട് സഭകളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, അതായത് ശക്തമായ ഒരു നെടും തൂണുണ്ടാകും, അതിന് കീഴിലായിരിക്കും മറ്റുള്ളത്. അതായത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം അതാണ്. അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വ്യത്യസ്തമായ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ലിസ്റ്റുകൾ പഠിക്കുന്നില്ലേ, അത് തന്നെ ലിസ്റ്റുകൾ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, നാഷണൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് ഒക്കെ അങ്ങനെ വരുന്നത്. സോ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ വരണം. അതായത് യൂണിയൻ ലിസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ മേൽക്കൈ ആർക്ക് കിട്ടുന്നത്, യൂണിയൻ. അങ്ങനെ യൂണിയന് മേൽക്കൈ കിട്ടുന്നതാണ്. അത് കൺകറന്റ് ആയാൽ പോലും യൂണിയനാണ് കുറച്ചുകൂടി മേൽക്കൈ കിട്ടുന്നത്. ആ കാര്യങ്ങൾ അങ്ങനെ. പിന്നീട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. നിയമനിർമ്മാണത്തിന്റെയോ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കോടതി സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. പിന്നീട് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. നിരവധി സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കുറേയധികം ഭരണഘടനാ സ്ഥാപനങ്ങൾ. അങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഫെഡറലിസം. ഭരണഘടനയുടെ സവിശേഷതകൾ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ നോക്കാം. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരമൊരു ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് ഫെഡറലിസത്തിന്റെ ഗുണം എന്താണ് എന്നൊക്കെയാണ് ഇവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്നത്. ഫെഡറലിസത്തെ കുറിച്ചാണ്. ഓക്കെ, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങളുടെ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിന് ഒരു വലിയ ഭാഗം ഫെഡറലിസത്തിലേക്കുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അതായത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക്, ഒന്ന് കേന്ദ്ര ഗവൺമെന്റും മറ്റൊന്ന് സംസ്ഥാന ഗവൺമെന്റും. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും. ഓക്കെ, അങ്ങനെ രണ്ട് തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അതായത് അധികാരം എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല, അതിങ്ങനെ എന്താണ് മറ്റ് സംസ്ഥാന തലങ്ങളിലേക്ക് കൂടി വിഭജിക്കപ്പെടുന്നതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നാണ്. അതായത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നാണ്. ഭാഗം 1 പറയുന്നത് എന്താണ്? യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. ഭാഗം 1 യൂണിയന്റെ പേരും ഭൂപ്രദേശവും. അതായത് ഇന്ത്യ, അതായത് ഭാരതം. ഇവിടെ പറയുന്നു ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് അതിൽ ക്ലോസ് 2 പറയുന്നത് ഒന്നിൽ ഇന്ത്യ അതായത് ഭാരതം എന്ന് പറയുന്നു. എന്നാൽ 2 ക്ലോസിൽ പറയുന്നതോ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധമായിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും. പിന്നെ മൂന്നാമത്തെ ക്ലോസ് ഭാരതത്തിന്റെ ഭൂപ്രദേശം. അടുത്തത് സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം, ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങൾ അടങ്ങിയതാകുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിളാണ് ഈ പറയുന്നത്. ഇതുപ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്നാണ്. അതായത് ഈ പ്രകാരം ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യ അതായത് ഭാരതം എന്ന് പറയുന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വ്യക്തമായി ചില പരീക്ഷയിൽ ചോദിക്കും, ഇന്ത്യ അതായത് ഭാരതം എന്ന ഒരു പദം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 1ാമത്തെ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നു ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്ന്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു
ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. വ്യക്തമായ പോയിന്റാണ്, മറക്കരുത്. അതായത് അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും എന്ന് പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരിടത്തു പോലും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അതങ്ങനെ പറയുന്നില്ലെങ്കിലും ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനുമാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളിൽ ചിലത് കൊടുത്തിട്ട് നോക്കാം. ഇതാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ. വളരെ ഇമ്പോർട്ടന്റ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നെന്താണ്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. നമ്മൾ പറഞ്ഞു ഫെഡറൽ എന്ന് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനമുണ്ട്. ആ അധികാര വിഭജനത്തിൽ തന്നെ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം അല്ലെ അധികാരങ്ങളും? അത് കേന്ദ്രത്തിനാണ്. അധികാര വിഭജനം ഉണ്ടെങ്കിൽ പോലും അവിടെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും വരുന്നത് കേന്ദ്രത്തിനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ്. ഒരു സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതി, പിന്നീട് മറ്റ് കോടതികൾ, അങ്ങനെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം. അതുപോലെ തന്നെ അർദ്ധ ഫെഡറൽ സംവിധാനം. പിന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി പൊതുവായിട്ടുള്ള ഒരു ഭരണഘടന. അതാണ് പൊതുവായ ഭരണഘടന. കേന്ദ്രത്തിനും ഓരോ സംസ്ഥാനത്തിനും സെപ്പറേറ്റ് ഭരണഘടനയല്ല, എല്ലാത്തിനും ഒരൊറ്റ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. അതായത് കേന്ദ്രത്തിനായാലും സംസ്ഥാനത്തിനായാലും ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ആ ജനങ്ങളുടെ ഇതാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനയുടെ പരമാധികാരം. അതുപോലെ തന്നെ ഏക പൗരത്വമാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരു ഫെഡറൽ പോലെയാണെങ്കിലും എന്താണ്, നമ്മൾ ഏക പൗരത്വം, ഒരൊറ്റ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമാണ് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് മറ്റ് പൗരത്വം ഇല്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിലുള്ള കേന്ദ്രത്തിന്റെ മേൽക്കൈ. ഭരണഘടനയുടെ പരമാധികാരം പറയുമെങ്കിലും പൊതുവായിട്ടൊരു ഭരണഘടനയാണെന്ന് പറയുമെങ്കിലും ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള മേൽക്കൈ, അധികാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണ് മേൽക്കൈ ലഭിക്കുക. പിന്നെ അതുപോലെ തന്നെ 2 നിയമനിർമ്മാണ സഭ, അതായത് 2 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ലോക്സഭയും രാജ്യസഭയും. ഇതാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇവിടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7ാം പട്ടികയുണ്ട്. അധികാര വിഭജനം 7ാം പട്ടിക, അതായത് 7ാം പട്ടികയിലാണ് എന്ത് വരുന്നത്? ലിസ്റ്റുകൾ വരുന്നത് 7ാം പട്ടികയിലാണ്. അപ്പൊ 7ാം പട്ടിക ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നു. ചോദിക്കാം, ഭരണഘടനയുടെ 7ാം പട്ടിക എന്തുമായി ഇതാക്കുന്നു? 7ാം പട്ടിക അധികാര വിഭജനത്തെ, ഡിവിഷൻ ഓഫ് പവേഴ്സിനെ, അതല്ലെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു. അധികാര വിഭജനം 7ാം പട്ടികയിലാണ്. അതിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്, പിന്നെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നിങ്ങനെയാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സമവർത്തി എന്ന് പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റ്, പിന്നെ അവശേഷിക്കുന്ന അധികാരങ്ങൾ, റെസ്യൂജറി പവേഴ്സ് എന്നിങ്ങനെ പറയുന്നു. ആദ്യം തന്നെ യൂണിയൻ ലിസ്റ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടിക. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ കേന്ദ്രമാണ്. കേന്ദ്രത്തിന് സമ്പൂർണ്ണ നിയമാധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. അവിടെ നോക്കുക. അടുത്തത് സംസ്ഥാന ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. 66 വിഷയങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. 66 വിഷയങ്ങളുണ്ടായിരുന്നു. പ്രധാനം കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. അടുത്തത് സമവർത്തി ലിസ്റ്റ് ആണ്. ഇതെന്താണ്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും
നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. 47 വിഷയങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഉദാഹരണം വരുന്നതാണ് വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട്, വിവാഹമുണ്ട്, ജനന മരണ രജിസ്ട്രേഷൻ. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നീട് വരുന്നത് അവശേഷിക്കുന്ന അധികാരങ്ങളാണ്. ഈ അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസ്യൂജറി പവേഴ്സ്, അതായത് മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും, അതായത് യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഇനി കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്തവ, ഈ 3ലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ പൂർണ്ണമായ നിയമനാധികാരം അല്ലെങ്കിൽ ഇവയിലെ നിയമ നിർമ്മാണത്തിന്റെ അധികാരമാർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഉദാഹരണത്തിന് സൈബർ നിയമങ്ങൾ അവശേഷിക്കുന്ന അധികാരങ്ങളിലാണ് വരുന്നത്. സൈബർ നിയമങ്ങൾ ഇതാണ് 7ാം പട്ടികയിൽ പറയുന്ന അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച്. ഓക്കെ, ഇനി കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ദേശീയ വനനയം പ്രഖ്യാപിച്ചു. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ ഇത് ഏത് പട്ടികയിൽ പെടുമെന്ന് നോക്കാം. ഏത് പട്ടികയിലാണ് വരുന്നത്? നോക്ക്, ഇതാ നമ്മളിപ്പോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏത് പട്ടികയിൽ വരും? ഒന്നാമത് കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. തീവണ്ടി ആരാണ്? റെയിൽവേ ആരാണ്? റെയിൽവേ യൂണിയനാണ്. റെയിൽവേ യൂണിയനാണ്. ഇനി ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. വിദേശകാര്യവുമായി ബന്ധപ്പെടുന്നു. ആര്? യൂണിയൻ. അടുത്തത് ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ജയില്, പോലീസ്, കൃഷി, തദ്ദേശ സ്വയംഭരണം ഒക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ്. അടുത്തത് ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. വിദ്യാഭ്യാസം ഏതാണ്? കൺകറന്റ് ലിസ്റ്റ്. ഇനി ദേശീയ വനനയം പ്രഖ്യാപിച്ചു. ഏതാണ് ലിസ്റ്റ്? വനം ഏതാണ്? അതും കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് സമവർത്തി ലിസ്റ്റ്. അടുത്ത പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പോലീസ് വരുന്നത്. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഇനി അധികാരം വേർതിരിക്കലാണ്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണഘടന എന്ന് പറയുന്നത് ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. അതായത് ഈ 3 ഘടകങ്ങളുടെയും ആ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഡോക്ടർ BR അംബേദ്കർ ഇങ്ങനെ പറയുന്നത്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും ഭരണഘടന നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകുമെന്ന് പറഞ്ഞത് അംബേദ്കർ ആണ്. BR അംബേദ്കർ. നോട്ട് ചെയ്ത് വെക്കുക, അംബേദ്കർ. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതാണ് അധികാരം വേർതിരിക്കലാണ്. ഒന്ന് നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ. മറ്റൊന്ന് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. പിന്നീട് നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളാണ്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു അധികാരത്തെ വേർതിരിച്ചപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏകാധിപത്യം കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് അവിടെ ഭരണഘടന കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നിയമനിർമ്മാണയ്ക്ക് അധികാരം കിട്ടിയ സ്വേച്ഛാധിപത്യമാവാം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ ഏതുമാകാം, ഇതൊന്നുമില്ലാതെ കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണം, നീതിന്യായ ഇവരുടെ ഘടനയും അധികാരങ്ങളും നോക്കാം. ഒന്ന് നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? അത് പാർലമെന്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്
പാർലമെന്റ് എന്നാണ്. പാർലമെന്റ് രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. ഓക്കെ, പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. ഈ പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം ചോദിച്ചാൽ രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതായത് ജനാഭിലാഷങ്ങൾ, ജനങ്ങളുടെ അഭിലാഷങ്ങളെ മുൻനിർത്തി അതുപോലെ കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതായത് ലോക്സഭ, രാജ്യസഭ എന്നീ സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇവിടെ ഒരു കാര്യം, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ന് ചോദ്യം വന്നാൽ പാർലമെന്റ് ആരൊക്കെ ഉൾപ്പെടുന്നതാണ്? അതിൽ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, വേറെ ആരുണ്ട്? ഒരാൾ കൂടിയുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ലോക്സഭയും രാജ്യസഭയും പാസാക്കുന്ന നിയമങ്ങൾ അത് ഒപ്പുവെച്ച് അംഗീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഇത് മൂന്നും ഒരിക്കലും ലോക്സഭയും രാജ്യസഭയും മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രപതി കൂടി പാർലമെന്റിലെ അംഗമാണ്. പക്ഷെ ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമല്ല എന്ന് കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പൊ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റുമാണ്. ഓക്കെ, പാർലമെന്റിന്റെ അംഗം പാർലമെന്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ വൈസ് പ്രസിഡന്റ് എന്താണ്? രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് എന്ന് കൂടി ഓർക്കാം. അങ്ങനെ വരുമ്പോഴെങ്കിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താമെന്നേ ഉള്ളൂ. അല്ലാതെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരുമാണെന്ന് കൂടി ഓർക്കുക. വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവരുടെ ദേശീയ നിർമ്മാണ സഭയിൽ രണ്ടു സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിദാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സമയമാക്കുന്നതിന് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അറിയാലോ, സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നവരാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഇനി നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ, പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ നോക്കാം. ഒന്ന്, നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണം. രണ്ട്, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, പൊതുഖജനാവിന്റെ സംരക്ഷകൻ. മറ്റൊന്ന്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. മറ്റൊന്ന്, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. പിന്നീട് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമം ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കും. ഇതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ഒന്ന്, നിയമനിർമ്മാണം. മറ്റൊന്ന്, പൊതുഖജനാവിന്റെ സംരക്ഷകൻ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് പാർലമെന്റ് പ്രധാന ഘടകങ്ങളായ ലോക്സഭയും രാജ്യസഭയും നോക്കാം. ആദ്യം ലോക്സഭ. പാർലമെന്റിന്റെ അധോ മണ്ഡല സഭയാണ് ലോക്സഭ. അധോ സഭ എന്നറിയപ്പെടുന്നതാണ് ലോക്സഭ. പാർലമെന്റ് അധോ മണ്ഡല സഭയാണ് ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതായത് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതാണ് ലോക്സഭയിലെ അംഗങ്ങളെ. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അതായത് ഒരു 25 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും 25 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ലോക്സഭയിലേക്ക് മത്സരിക്കാം. കാലാവധി, ലോക്സഭയുടെ കാലാവധി 5 വർഷം. 5 വർഷം ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550. ലോക്സഭയുടെ പരമാവധി അംഗബലം 550. എന്നാൽ നിലവിൽ 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. നിലവിൽ 2023 പ്രകാരം 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും. അതായത് ആർക്കാണോ ഭൂരിപക്ഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ, ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അതായത് ഒന്നുകിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാലും രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഇനി ആരാണ് ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ഇനി മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ രാജ്യസഭയേക്കാൾ അധികാരം കൂടുതൽ ലോക്സഭയ്ക്കാണ്.
ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ധനബില്ലും അവിശ്വാസ പ്രമേയവും ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് എന്ന് മനസ്സിലാക്കുക. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്, രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. ധനബില്ലും അവിശ്വാസ പ്രമേയം വളരെ വളരെ ഇമ്പോർട്ടന്റ്, അടുത്ത പരീക്ഷകളിൽ ചോദിക്കും. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അടുത്തത് രണ്ടാമത്തെ സഭയായ രാജ്യസഭ, പാർലമെന്റിന്റെ ഉപരിസഭ. ഉപരിസഭയാണ് രാജ്യസഭ, പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭ. ജനസംഖ്യാനുപാതികമായി, ജനസംഖ്യയ്ക്ക് അനുപാതകമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന MLA-മാർ വഴിയാണ് MLA-മാർ വഴിയാണ് രാജ്യസഭ MP-മാരെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാം. ഇവിടെ 30 വയസ്സ്, ലോക്സഭയിൽ 25ഉം രാജ്യസഭയിൽ 30 വയസ്സുമാണ്. ലോക്സഭയിൽ 25 വയസ്സ്, രാജ്യസഭയിൽ 30 വയസ്സ്. മുതിർന്നവരുടെ സഭ എന്നാണ് രാജ്യസഭ പറയുന്നത്. ഓക്കെ, 30 വയസ്സ് പൂർത്തിയായ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരസഭയാണ്. നമ്മൾ ലോക്സഭയുടെ കാലാവധി 5 വർഷം എന്ന് പറഞ്ഞു. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് ഒരു കാലാവധിയില്ല. അതാണ്, രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ സഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അതായത് രാജ്യസഭയിലെ ഒരു അംഗത്തിന്റെ കാലാവധി 6 വർഷമാണെന്നാണ്. അതായത് ലോക്സഭ ഒരു 5 വർഷത്തേക്കാണ് വരുന്നത്, MP-മാരുടെ കാലാവധി 5 ആണ്. എന്നാൽ രാജ്യസഭയിലേക്ക് വരുമ്പോൾ അവിടെ ഇതിന് കാലാവധിയില്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ അതിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, സ്ഥിരസഭയാണ്. എന്നാൽ ഇതിലെ അംഗങ്ങൾ, രാജ്യസഭയിലെ അംഗങ്ങൾ 1/3 അംഗങ്ങൾ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 1/3 അംഗങ്ങൾ, രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഇനി രാജ്യസഭയുടെ അധ്യക്ഷനായ, ലോക്സഭയുടെ അധ്യക്ഷനാരാണ്? ലോക്സഭാ സ്പീക്കറാണ്. എന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, രാജ്യസഭയുടെ പരമാവധി അംഗബലം 250, ലോക്സഭയുടേത് 550, രാജ്യസഭ 250. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. 238 പേരെ തിരഞ്ഞെടുക്കുന്നു, 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു രാഷ്ട്രപതി. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ രാജ്യസഭയിൽ നിന്നാണ് ആരംഭിക്കുക. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? അത് രാജ്യസഭയിൽ നിന്നാണ്. രാജ്യസഭയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. നമുക്കൊരു പുതിയ അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കണമെന്ന് കരുതുക. പുതിയ ഒരു ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കണമെങ്കിൽ അത് ലോക്സഭയിൽ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പറ്റില്ല. അത് രാജ്യസഭയിൽ നിന്നാണ് തുടങ്ങുക. അതായത് അതിന് രാജ്യസഭയ്ക്കാണ് ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കാനുള്ള അധികാരം. ഓക്കെ, അതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ കൂടി അവിടെ കൃത്യമായി പഠിച്ചു വെക്കണം. ലോക്സഭയും രാജ്യസഭയും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ നിങ്ങളൊരു പോയിന്റ് ചെയ്ത് നിങ്ങളുടെ നോട്ടുകളിൽ എഴുതി വെക്കുക. ഇനി നിയമനിർമ്മാണം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതായും നിയമനിർമ്മാണം നടത്താറുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അതായത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെടുന്ന നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം എന്ന് പറയുന്നത് കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്.
അതായത് ജനങ്ങളുടെ അഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾക്കും അത് പാലിക്കുന്നതിന്റെ ഭാഗമായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു നിയമം നിർമ്മിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകും. അത് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ഈ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കും. വിവിധ തരം ബില്ലുകളുണ്ട്. ബില്ലുകൾ അവതരിപ്പിക്കുന്നത് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ലാണ്. മന്ത്രിമാർ അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ബില്ല്. അപ്പൊ ഗവൺമെന്റ് ബില്ല് അവതരിപ്പിക്കുന്നത് മന്ത്രിമാർ. എന്നാൽ മന്ത്രിയല്ലാത്ത ഒരു പാർലമെന്റ് അംഗം, ഒരു എം പി അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. മന്ത്രിയല്ലാത്ത ഒരു എം പി അവതരിപ്പിക്കുന്നത് സ്വകാര്യ ബില്ലാണ്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ധനബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുക. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ധനബില്ലുകൾ അല്ലാത്തവ ധനേതര ബില്ലുകളാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ധനേതര ബില്ലുകളായി കണക്കാക്കുന്നു എന്ന് കൂടി പറയാം. ഇനി എങ്ങനെയാണ് ഒരു ബില്ല് നിയമമാകുന്നത് നോക്കാം. ഒന്നാം വായന എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. മന്ത്രി അവതരിച്ചാൽ ഗവൺമെന്റ് ബില്ല്, സ്വകാര്യ അംഗം അവതരിച്ചാൽ സ്വകാര്യ ബില്ല് എന്നാണ്. അതായത് ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായന. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബില്ല് നിയമമാകുന്നു. അതായത് ഇപ്പൊ ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്ന് കാണിക്കുക. ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു, അത് ഒന്നാം വായന, അത് കഴിഞ്ഞ് രണ്ടാം വായന, അത് കഴിഞ്ഞ് മൂന്നാം വായന. അവിടെ നിന്ന് എവിടത്തേക്ക് പോകുന്നു? രാജ്യസഭയിലേക്ക് പോകുന്നു. അവിടെയും ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. തിരിച്ച് അതിന്റെ എന്താണോ രേഖപ്പെടുത്തുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം. ആ സഭയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? അവതരിപ്പിച്ച സഭയിലേക്ക് പോകുന്നു. അവതരിപ്പിച്ച സഭയിൽ നിന്ന് പിന്നീട് എങ്ങോട്ട് പോകുന്നു? അവിടെ നിന്ന് ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അവിടെ നിന്ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ആ ബില്ല് നിയമമാകുന്നു. നിയമം. ഓക്കെ, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമാകുന്നു. ഇതാണ്. അടുത്തത് ഭരണഘടനാ ഭേദഗതി. 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അടുത്തത് 86 ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം. 101 ഭേദഗതി പ്രകാരം ചരക്കു സേവന നികുതി നിലവിൽ വന്നു. ഇവിടെ എന്ന് പറയുന്നത് നോക്കാം, 3 തരത്തിലുള്ള ഭേദഗതികളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതായത് ഭരണഘടനയിൽ തിരുത്തൽ വരുത്താനോ അല്ലെങ്കിൽ ചിലത് ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കലുകൾക്കോ വരുത്തുന്ന മാറ്റത്തെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായമാകും. അതായത് സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലങ്ങൾക്കനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ എന്ത് ചെയ്യുന്നു? ഈ ഭേദഗതി സഹായിക്കുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഒരു സംസ്ഥാനങ്ങൾക്കും അധികാരമില്ല. അത് പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പാർലമെന്റിൽ മാത്രം. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതികൾക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പൊ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ 368. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ ആണ് 368 എന്ന് പറയും. ഈ 368 ആർട്ടിക്കിൾ പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതികൾക്ക് അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. പോയിന്റ്. അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇനി ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ, അതായത് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ എന്താണ്? 2 സഭകളുടെയും അംഗീകാരം വേണം. 2 സഭകളുടെയും, രാജ്യസഭയുടെയും ലോക്സഭയുടെയും അംഗീകാരം വേണം.
ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. അതായത് ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് എന്ന് കൂടി പറയുന്നു. ഓക്കെ, ഇനി ഭരണഘടനാ ഭേദഗതികളാണ്. ഒന്ന് അയവുള്ള ഭേദഗതി, മറ്റൊന്ന് ദൃഢമായ ഭേദഗതി, മറ്റൊന്ന് അതിദൃഢമായ ഭേദഗതി എന്നിങ്ങനെ 3 തരത്തിലാണ് ഭേദഗതി ഉള്ളത്. അതിൽ അയവുള്ള ഭേദഗതി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചില വകുപ്പുകൾ പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങളിൽ ഭേദഗതി ചെയ്യാവുന്ന, അതായത് കേവല ഭൂരിപക്ഷത്തിലൂടെ. അതാണ് അയവുള്ള ഭേദഗതി വരുന്നത്, കേവല ഭൂരിപക്ഷമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തിലൂടെ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടികൾ ക്രമം വഴി ഭേദഗതി ചെയ്യാൻ പറ്റും. അതിന് ഉദാഹരണങ്ങളാണ് സംസ്ഥാനങ്ങളുടെ പേരോ അതിരോ പൗരത്വോ തുടങ്ങിയവ. സംസ്ഥാനങ്ങളുടെ പേര്, അതിര്, പൗരത്വം തുടങ്ങിയവയിൽ മാറ്റം വരുത്താനുള്ള അധികാരം. പിന്നെ ദൃഢമായ ഭേദഗതിയുണ്ട്. അതായത് ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റ് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതായത് ദൃഢമായ ഭേദഗതിയിൽ വരുന്നത്, അതായത് ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭേദഗതി വരുത്താൻ രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവയിൽ. ഇനി അതിദൃഢമായ ഭേദഗതി എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിദൃഢമായ ഭേദഗതി? ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് അതിദൃഢം. അതായത് ചില സുപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും വേണം. പകുതിയിൽ കുറയാത്ത, അതായത് 16 സംസ്ഥാനങ്ങളിൽ കുറയാത്ത 16 സംസ്ഥാനങ്ങളിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യം തുടങ്ങിയവ. നമ്മുടെ GST ഒക്കെ അതിൽ വരുന്നതാണ്. GST ഒക്കെ അതിലാണ് വന്നത്. അപ്പോൾ അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ. അയവുള്ള എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷം മതി. ഓക്കെ, ദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പോൾ ലോക്സഭയുടെയും രാജ്യസഭയിലും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഇനി അതിദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പോൾ പാർലമെന്റിയും ലോക്സഭ, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷവും വേണം. പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. എങ്കിൽ മാത്രമേ ഭേദഗതി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ 3 തരം ഭേദഗതികൾ പരിചയപ്പെട്ടല്ലോ. ഇതിൽ വിഷയങ്ങൾ ഭേദഗതി. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ ഏതാണ്? അയവുള്ള ഭേദഗതി, അതായത് കേവല ഭൂരിപക്ഷം മതി. ഈ 86ാം ഭരണഘടനാ ഭേദഗതിയും കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തലും എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. 86ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? നമ്മളിതാ ഇപ്പൊ തൊട്ടു മുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബോക്സ് ഇവിടെ എന്താണ്? വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അപ്പൊ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഭേദഗതി വരുത്തുക എന്ന്, ഭേദഗതി രീതിയും കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്താനും ഇവിടെ നിങ്ങൾ നോക്കുക. ഇനി കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികളിൽ ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയ നാം പരിചയപ്പെട്ടല്ലോ. ഇനി പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യ നിർവഹണം കാര്യനിർവഹണ വിഭാഗമാണ് നടപ്പാക്കുന്നത്. ഈ കാര്യനിർവഹണ വിഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പരീക്ഷ എഴുതി ജോലി കിട്ടിയാൽ കടന്നു ചെല്ലാൻ വേണ്ടി പോകുന്നത് ഈ കാര്യനിർവഹണ വിഭാഗത്തിലേക്കാണ്. എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണ് മാറുക. അതായത് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പാക്കലാണ് ഈ ഒരു വിഭാഗത്തിന്റെ മെയിൻ ജോലി. അതായത് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റ് വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റ് വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ ആരൊക്കെ ഉൾപ്പെടുന്നു? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്നിങ്ങനെ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അതായത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ ആർക്കാണ്? രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇങ്ങനെയാണ് കാര്യനിർവഹണം 2 ഭാഗമായിട്ട്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവ്, 2 തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമുണ്ട്. അതിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവ. കാരണം ഇവര് ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവര് മാറിക്കൊണ്ടിരിക്കും. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവര് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെയുള്ളവരോ ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇവര് സ്ഥിരമായി അവർക്ക്
60 വയസ്സ് വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെ സ്ഥിരമായിട്ട് ആ പോസ്റ്റിൽ ഉണ്ടാകുന്ന ആളുകളാണ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ തന്നെ രണ്ടായി തിരിക്കാം. നാമമാത്ര എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവും. റിയൽ എക്സിക്യൂട്ടീവും നോമിനൽ എക്സിക്യൂട്ടീവ്. നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്, അതായത് നാമമാത്ര എക്സിക്യൂട്ടീവ്. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമാണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ നോക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ആരൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവർ. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ രാഷ്ട്രപതിയെ നോക്കിയാണ് ഒരു ഫോട്ടോ നോക്കുക. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ്. രാജേന്ദ്ര പ്രസാദ്, പ്രഥമ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്. രാഷ്ട്രപതി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 35 വയസ്സ്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എത്രയാണ്? 25. രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അത് 30. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്രയാണ്? 35. ഓക്കെ. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, അതായത് പാർലമെന്റിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അതിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. നോക്കുക, ലോക്സഭയിലെയും രാജ്യസഭയിലെയും അതുപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. ഒന്നുകൂടിയൊക്കെ, പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇനി രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് കൂടി പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തത് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അതായത് ഒരു മന്ത്രിസഭ രൂപീകരിക്കുക, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നവരാണ് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനും അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. അതായത് ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കുമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുള്ള അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. അതായത് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അതായത് 5 വർഷത്തേക്കാണ് കാലാവധി. പ്രധാനമന്ത്രിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാജി സമർപ്പിച്ചൊഴിയണം. ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ്. പ്രധാനമന്ത്രി രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഇനി കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇത് തെറ്റല്ലേ?
തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് വിവേചനാധികാരമുണ്ട്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഓക്കെ, ഇത് ഏതൊക്കെയാണ് നോക്കുക. ഇനി രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിന് സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. ഇതിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ നോക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ: ഒന്ന്, രാജ്യഭരണം നിർവഹിക്കുക. രാജ്യഭരണം നിർവഹിക്കുക. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നതാണ് മന്ത്രിസഭയുടെ ചുമതല. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗമുണ്ട്, പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയകാര്യ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതായത് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയകാര്യ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുകയും അതായത് PSC അടക്കമുള്ള പരിശീലനം ലഭിക്കുകയും ചെയ്ത വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് ഇവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണം എന്ന് വിളിക്കുന്നത്. നമ്മുടെ തന്നെ ജസ്റ്റ് ഓർത്താൽ മതി. അടുത്തത് നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഭരണഘടനയുടെ കാവലാൾ എന്നാണ് നീതിന്യായ വിഭാഗം അറിയപ്പെടുന്നത്. എന്താണ് ഭരണഘടനയുടെ കാവലാൾ? കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. സുപ്രീം കോടതി എന്നതിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. താഴേക്ക് വരുന്തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഏറ്റവും അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണ്. ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന സുപ്രീം കോടതി ഒരൊറ്റ കോടതിയാണുള്ളത്. പിന്നെ ഹൈക്കോടതികൾ എല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ട്, ചില സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവില്ല, പകരം മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോൾ എന്താണ് ഗുവാഹത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ജില്ലാ കോടതികൾ, പിന്നീട് കീഴ്ക്കോടതികൾ എന്നിങ്ങനെയാണ് പോകുന്നത്. അത് ഇവിടെ എത്തുമ്പോൾ കോടതികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി സുപ്രീം കോടതി, നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 28. 1950 ജനുവരി 28. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സ്. ഔദ്യോഗിക കാലാവധി 65 വയസ്സ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അതായത് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പ് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയും രാജി സമർപ്പിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവ് എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാനം കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. അതുപോലെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായി നിലകൊള്ളുന്നതും സുപ്രീം കോടതിയാണ് എന്ന് ഓർക്കുക. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങളുണ്ട്. ഒന്ന്, ഉത്ഭവാധികാരം. എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ തുടങ്ങിയവ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നു. അത് ഉത്ഭവാധികാരം. മറ്റൊന്ന്, അപ്പീല് പരിഗണിക്കാനുള്ള അധികാരം. അപ്പീല് സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അപ്പൊ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. അതുപോലെ ഉപദേശക അധികാരം.
രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അതായത് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. പിന്നീട് റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പിന്നെ പുനരവലോകന അധികാരമാണ്. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അതായത് ജുഡീഷ്യൽ റിവ്യൂ. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. ഓക്കെ, നീതിന്യായ പുനരവലോകനമാണ് ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരമെന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ പഠിച്ചു വെക്കുക. ഇനി പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. 1. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് കഴിയുന്നു. എന്നാൽ നീതിന്യായ അവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇവിടെ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏത് നമ്മുടെ പരസ്പരം ഏകോപനവും അധികാരവും സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ വളരെ വ്യക്തമായി എന്നാണ് നമ്മളോട് സംവദിക്കുന്നത്. നമുക്ക് 3 മുതൽ 4 വരെ അതിൽ കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. വ്യക്തമായി പഠിക്കുക, 1-2 തവണ കേൾക്കുക, അല്ലെങ്കിൽ 1-2 തവണ ഈ പാഠഭാഗങ്ങൾ വായിച്ചു നോക്കുക, ഹൃദ്യസ്ഥമാക്കുക. ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നഷ്ടപ്പെടരുത്. കൂടുതലും കടന്നു വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. PDF നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂടെ കൊടുക്കുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.